സ്കൂൾ ടൈമല്ലേ അച്ഛാ, ഒറ്റ ഓട്ടോറിക്ഷ നിർത്തുന്നില്ല. എത്ര വൈകിയാലും ഞാൻ വരാതിരിക്കോ? എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ഇത്. ഏത്? ഈ കടൽ. നമ്മൾ ആദ്യം ഇങ്ങനെ കണ്ടുമുട്ടുമ്പോൾ അവിടെ ഒരു കടലുണ്ടായിരിക്കുമെന്ന് എനിക്ക് വെറുതെ തോന്നിയിരുന്നു. അതെന്താ? എന്തോ എൻ്റെ കടൽ ഭ്രാന്ത് കാരണമായിരിക്കും. എനിക്കുണ്ട് കടലുമായൊരു ഒബ്സഷൻ. പക്ഷേ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. ശരിക്കും ഇത് ഫോറിനേഴ്സിന് മാത്രമേ കൊടുക്കാറുള്ളൂ. ഒരു ലക്കിന് കിട്ടിയതാ. അയ്യോ, ഇതെന്ത് പറ്റി? അത് നീ വന്നപ്പോൾ ആ വാതിലിൻ്റെ കുറ്റി ഞാൻ തുറന്നില്ലേ? തന്നെ. ഏയ്, എന്തായി ചെയ്യണ? നല്ല സ്വീറ്റ് ബ്ലഡ്. നല്ല രസമുണ്ട്, ഒരു സന്യാസിയെ പോലെ. പക്ഷേ ഇന്ന് ഈ സന്യാസി വേഷം വേണ്ട. ഇത് കളയോ പ്ലീസ്. നീ എന്തായി പറയുന്നേ? എന്താ ഞാൻ പറഞ്ഞാ ചെയ്യില്ലേ? അത് ആളുകൾ എന്ത് വിചാരിക്കും? എത്ര വർഷങ്ങളായി അവരെന്നെ രൂപത്തിൽ കാണുന്നു. പെട്ടെന്നൊരു ദിവസം എങ്ങനെയാ? ആളുകൾ എന്തിനാ ഇതിനെ പറ്റിയൊക്കെ ടെൻഷൻ അടിക്കുന്നത്? ഇത് പഠിച്ചൊരു കൊച്ചു പയ്യനാവും. പ്ലീസ്. ഏയ്, അത് ശരിയാവില്ല ആഗ്നസ്. മഞ്ഞ് പെയ്യുന്നുണ്ട് ആഗ്നസ്. അകത്തേക്ക് വാ. ആഗ്നസ്, ഇത് ഇപ്പോൾ നമ്മൾ കുറച്ച് ധൃതി കാണിച്ചു അല്ലേ? എനിക്ക് തോന്നുന്നത് നമ്മൾ വൈകിയെന്നാ. നമ്മൾ വെറുതെ കൈയും കണ്ണും കലാശവും കാണിച്ച് കുറേ സമയം കളഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതെന്താ ലോകത്ത് എവിടെയും നടക്കാത്ത കാര്യമാണോ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് വെറുതെ കോംപ്ലിക്കേറ്റ് ചെയ്യണേ? നമ്മൾ തമ്മിൽ തലമുറകളുടെ വ്യത്യാസമുണ്ട്. അതിനെന്താ? അച്ഛൻ ഏത് സെഞ്ചുറിയിലാണ് ജീവിക്കുന്നത്? നിനക്ക് മുന്നിൽ എത്രയോ ചോയ്സസ് ഉണ്ട് ആഗ്നസ്, അല്ലേ? ഇതൊരു ക്രഷ് മാത്രമാണെങ്കിൽ. ലോകത്ത് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ചേട്ടനെ പ്രേമിച്ചത് എന്നാണോ വിചാരിച്ചത്?
അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് എന്നേക്കാൾ എത്രയോ നല്ല ആൾക്കാരെ. അതെ, എൻ്റെ ക്ലാസ്സിലെ നല്ല ചുവന്ന ചാമ്പയ്ക്ക പോലത്തെ ആമ്പിള്ളേരെ കുറേ ഉണ്ട്. അവരിൽ പലരും എന്നെ ആർത്തിയോടെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും കണ്ണിൽ കാണാത്തൊന്ന് ഞാൻ ഈ കണ്ണിൽ കണ്ടു. ഐ വോണ്ട് ലവ് മാൻ. ഐ വോണ്ട് ടു നോ ഇറ്റ്. ഐ വോണ്ട് ടു ഫീൽ ഇറ്റ്. എനിക്ക് എന്നെ തന്നെ ചതിക്കാൻ പറ്റുമോ? നീ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നു. നിന്നെ പറഞ്ഞ് പിന്തിരിപ്പിക്കണമായിരുന്നു. നോക്ക്, എൻ്റെ അടുത്ത് മാത്രം കള്ളം പറയരുത്. ഞാൻ മാത്രമല്ല ഈ ദിവസം ആഗ്രഹിച്ചിരുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിന് എനിക്കൊരു തെളിവും കിട്ടിയിട്ടുണ്ട്. കാണിക്കട്ടെ. ഇത്രയും കുറ്റബോധം ഉണ്ടായിരുന്നെങ്കിൽ കാമുകിയെ ചൂടിക്കാൻ ആരെങ്കിലും മുല്ലപ്പൂ വാങ്ങിക്കൊണ്ടുവരുമോ? അച്ഛൻ്റെ ബ്രാൻഡ് വോഡ്കയാണോ? ഞാനകത്ത് കണ്ടു. വോഡ്ക കഴിച്ചാൽ മഴ ഉണ്ടാവില്ല അല്ലേ? എൻ്റെ ഫ്രണ്ട് സിദ്ധി പറയാറുണ്ട്. അവൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും അറിയില്ല അത്രേ അവൻ വെള്ളമടിക്കുന്ന കാര്യം. അച്ഛന് ഏത് ഫ്ലേവറാ ഇഷ്ടം? ഈ വിളിയൊന്ന് ഒഴിവാക്കിക്കൂടെ ആഗ്നസ്? വല്ലാത്തൊരു ടോർച്ചറാണിത്. അച്ഛ എന്നുള്ള വിളിയോ? അതെങ്ങനെയാ പെട്ടെന്ന് മാറ്റുക? ശീലിച്ചു പോയതല്ലേ അച്ഛാ? അറ്റ്ലീസ്റ്റ് ഇന്നെങ്കിലും. ഞാൻ ശ്രമിക്കാം അച്ഛാ. ഓ സോറി. ഫ്രണ്ടിന്റെ അച്ഛനായാലും അച്ഛന്ന് വിളിച്ചാൽ മതി എന്ന് അച്ഛൻ തന്നെയല്ലേ? ഓ സോറി 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 സോറി. ഐ എം സോറി. ഐ എം റിയലി സോറി. അല്ല പെണ്ണെ, ഇങ്ങനെ കുത്തിയിരുന്നാ മതിയോ? നീയൊരു ജലദേവതയാണെന്നാ ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. ഈ വെള്ളത്തിലോട്ടൊന്ന് ചാട്, നിനക്കൊരു വെളിവ് വരട്ടെ. നിന്റെ കൂടെ നടന്ന് എന്റെ വെളിവ് പോകുന്ന ലക്ഷണം ഇപ്പൊ കാണുന്നത്. ഈ പെണ്ണിന്റെ ഒരു കാര്യം. നീ എന്താടി ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? നിന്റെ ഈ കച്ചയൊക്കെ അങ്ങോട്ടൊന്ന് അഴിച്ചു മാറ്റി അലക്കി വെക്ക്, ഇല്ലെങ്കിൽ ചൊറി വരും. വെറുതെ അല്ല ആമ്പിള്ളേര് കണ്ണു വെക്കുന്നത്.
സോപ്പിട്ടൊന്ന് തേച്ചാൽ പെണ്ണ് സുന്ദരി തന്നെ. പെണ്ണിന്റെ ഒരു നാണം. എന്തേ? എന്തെങ്കിലും വാങ്ങണോ സാർ? ഏയ് വേണ്ട, ഒന്നും വേണ്ട. സോഡയോ സിഗരറ്റോ വല്ലതും? വേണ്ട, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. താങ്ക്സ്. എന്നാ ശരി. സാർ, ഇനി എന്താ? നാരങ്ങ വാങ്ങണോ സാർ? വേണ്ട. ആഗ്നസ്, 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 നീ എവിടെയാ? ആഗ്നസ്, ആഗ്നസ്. ആരാ? ആ വാച്ചറാണോ? അയാൾ ആളത്ര ശരിയല്ല. എന്താ പറ്റിയേ? അയാളെന്താ ചോദിച്ചോ? ഹേയ്, അയാളുടെ നോട്ടം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഒരു ചീത്ത പെണ്ണിനെ നോക്കുന്ന പോലെ അയാൾ നോക്കിയത്. ഒന്നാന്തരം വായി നോക്കി. മോള് റിയാക്ട് ചെയ്തൊന്നുമില്ലല്ലോ? നോ, ഞാനത് നന്നായി ആസ്വദിച്ചു. ഈ ആണുങ്ങള് ഭയങ്കര സംഭവമാണല്ലേ ച്ചാ? പെണ്ണുങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ കാര്യം എന്ന മട്ടില ചിലപ്പോ അവര് പെരുമാറുന്നത്. പെണ്ണൊരു പ്രശ്നം തന്നെയാണ് ആഗ്നസ്. നീ എന്റെ കാര്യം തന്നെ നോക്ക്. അമ്മ ഉണ്ടായ ശേഷം രഹസ്യമായി പോലും ഞാനൊരു പെണ്ണിനെ
ഇപ്പൊ നോക്കെ വയസ്സുകാലത്തൊരു കിഴന്ത് പെണ്ണിന്റെ പുറകെ നടക്കുക. എന്തൊരു വൈചിത്രം. കിളന്തോ? ഞാനോ? ഞാനിപ്പോഴും പച്ചയാണോ? പഴുത്തിട്ടില്ല? ഡിക്കിൻസിന്റെ ഒരു വരിയുണ്ട്, ഐ ടേസ്റ്റ് എ ലിക്കർ നെവർ ബ്രൂഡ്. ഒരിക്കലും കുടിച്ചു തരാത്തൊരു മദ്യം ഞാൻ രുചിക്കുന്നു. നീ അടുത്തു വന്നപ്പോ ഞാൻ മദ്യപിക്കുന്നതിന് മുമ്പേ ഇൻടോക്സിക്കേറ്റഡ് ആയി. എത്ര ബാച്ചുകളിൽ എത്ര സുന്ദരികളായ ശിഷ്യകളെ കണ്ട ബാലേന്ദ്രന് എപ്പോഴും സംഭവിച്ചു ആഗ്നസ്. ശരിക്കും എന്നാ എന്നെ ആദ്യം ഇഷ്ടപ്പെട്ടത്? ചിലപ്പോ നിനക്കൊരു ദിവസം ഭയങ്കര വയറ്റുവേദന വന്നു. അമ്മവും സരവും കൂടി അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. എനിക്ക് പിരീഡ്സായിരുന്നോണ്ട് എന്നെ കൊണ്ടുപോയില്ല. നിനക്ക് ഭയങ്കര വേദനയുണ്ടായിരുന്നു. നീ എന്നോട് വയറ് തടവി തരാൻ പറഞ്ഞു. ഇത്തരം സന്ദർഭങ്ങളിൽ അമ്മ പറഞ്ഞപ്പോ പോലും ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ നീ എന്റെ മടിയിൽ വന്ന് കിടന്നു. നിന്റെ ശരീരത്തിന് ഭയങ്കര ചൂടായിരുന്നു. സാധാരണ ആ സമയങ്ങളിൽ ആണുങ്ങളെ കാണുന്നത് പോലെ എനിക്ക് വെറുപ്പാ. പക്ഷേ അന്ന് നിങ്ങൾ എന്നെ ഉമ്മ വെച്ചിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു. ആ ചുംബനം അവിടെ നിന്ന് എങ്ങനെയാ ഒഴിവായതെന്ന് എന്നെ ഇപ്പോഴും കുഴക്കുന്ന പ്രശ്നമാണ്. ഞാനൊരു രഹസ്യം ചോദിക്കട്ടെ? അല്ലെങ്കിൽ വേണ്ട? നീ ടെൻഷൻ അടുപ്പിക്കാതെ ചോദിക്കേ. അച്ഛനും അമ്മയും തമ്മിൽ ഈ റിലേഷൻഷിപ്പ് ഒട്ടുമില്ലേ? ആ സബ്ജക്റ്റ് വേണ്ട ആഗ്നസ്. എന്നെക്കാളും എത്രയോ സുന്ദരിയാണ് അവർ. അവരുടെ സ്കിന്നിന്റെ ടെക്സ്ചർ, സോഫ്റ്റ്നെസ്, ഐ മീൻ ഷീ സോ ടെംപ്റ്റിംഗ്. എന്നിട്ടും അച്ഛനും അമ്മയ്ക്കും ഇടയിൽ അവിശ്വസനീയമായൊരു ഡിസ്റ്റൻസ്. പ്രേമിക്കുന്നവരെ കാലം വെറുതെ വിടുന്നു. പക്ഷേ പ്രേമം കഴിയുമ്പോൾ കുടിശ്ശിക തീർത്ത് കണക്ക് പറയുന്നു. പ്രേമിക്കുന്നവർക്ക് പ്രേമത്തിന് ശേഷം പെട്ടെന്ന് വയസ്സാകുന്നു. ഈ വരികൾ കേട്ടിട്ടുണ്ടോ? വാവ്, തകർപ്പൻ. നീ ഇനി കഴിക്കണ്ട ആഗ്നസ്. നീ എന്നെ ഭയപ്പെടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരു മുതിർന്ന പെണ്ണിനെ പോലെ. ഞാൻ എപ്പോഴും ഇങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ നമ്മളൊരു വേവ് ലെങ്ത് പ്രോബ്ലം ഇല്ലാത്തത്. You're very upset.
ഉം. ഉം. പ്രാന്തി 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 കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എടാ ഇത് പട്ടിയെന്ന് തോന്നുന്നു. ഇത് നോക്കി നിന്നാലേ നമ്മുടെ സമയം പോവും. വാ നമുക്ക് കളിക്കാം. ഇതിവിടെ നിന്നോട്ട് ഇട്ടോ. അയ്യോ ഓടിക്കോടാ. പോവാം. ഈ യൂണിഫോം ചിലപ്പോൾ ഇതായിരിക്കും എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. എനിക്കും തോന്നി. ഭയങ്കര വിയർപ്പ്. ഛേ, അച്ഛന് ഫീൽ ചെയ്തു അല്ലേ? അയ്യേ, ഞാനൊരു ഡിയോഡറന്റ് പോലും എടുത്തില്ല. അതല്ല ഞാൻ പറഞ്ഞത്. ഉം. അമ്മനും ഉം. ഇതേ യൂണിഫോം അല്ലേ? പെട്ടെന്ന് ഓ, അമ്മുവിനെ ഓർമ്മ വന്നു അല്ലേ? കുഞ്ഞുനാൾ മുതൽ അമ്മുവിന് ഈ യൂണിഫോം ഇട്ട് കൊടുക്കാറുള്ളത് ഓർമ്മ വന്നു. ഉം. ഒന്നും പറയണ്ട. ഇന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എത്ര പാടുപെട്ടെന്നോ. എനിക്കാരോ ലൈൻ വീണെന്നാ അവളുടെ സംശയം. ഞാനേ ഉച്ചയ്ക്ക് കൈ കഴുകാൻ പോയപ്പോ അവളെന്റെ ബാഗ് മുഴുവൻ പരിശോധിച്ചു. മൊബൈൽ മൊത്തം സെർച്ച് ചെയ്തു. ഭാഗ്യം, ഞാൻ ആ SMS-കളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു. പക്ഷേ എനിക്കിപ്പോ വിഷമം തോന്നുന്നു. അതൊന്നും ഡിലീറ്റ് ചെയ്യണ്ടായിരുന്നു. വീണ്ടും 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 വായിക്കാൻ കൊതി തോന്നുന്നു. അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നു അതിൽ. ആ SMS-കൾക്ക് മറുപടി വരും വരെ ഞാനെത്ര ഭയന്നാ കാത്തിരുന്നെന്നറിയോ? എന്തിന്? അമ്മ കണ്ടെങ്കിലൊന്ന് പേടിച്ച്. നിങ്ങൾ എപ്പോഴും ഒരുമിച്ചല്ലേ? ഞാനതിന് അച്ഛന്റെ പേര് വേറെ പേരിലാ സേവ് ചെയ്തിരിക്കുന്നത്. എന്ത് പേരിലാ? ഡി ഡി ഫോർ ഡെവിൽ. ഞാൻ ഏഞ്ചലെന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? അച്ഛന് വേറെ വല്ല ചുറ്റുകളിയുണ്ടോന്നറിയാൻ ഞാനൊരു ദിവസം അച്ഛന്റെ മൊബൈൽ പരിശോധിച്ചു. കാലം ശരിയല്ലല്ലോ, പറയാൻ പറ്റില്ല. And what was your conclusion? കഷ്ടം, ഒരു അഡൽസ് ഓൺലി ജോക്ക് പോലും കണ്ടില്ല. അല്ല ആഗ്നസ്, നീ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലേ? എന്തിന്? ഞാൻ അമ്മൂന്റെ വീട്ടിൽ താമസിക്കുമ്പോ അവളുടെ ഡ്രസ്സല്ലേ ഇടാറ്. ഇന്നും അമ്മൂന്റെ വീട്ടിലേക്കാന്നും പറഞ്ഞല്ലേ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയേ. അകത്തെ കബാഡിലൊരു ഡ്രസ്സ് കണ്ടു. നോക്കട്ടെ, ഞാൻ ഒന്ന് കുളിച്ചു മാറിയിട്ട് വരാം. ജാലകങ്ങൾ നീ തുറന്നു, ഞാനതിൻ്റെ ചാരെ നിന്നു, പാട്ടുപാടി നീ എനിക്കൊരു കൂട്ടുകാരിയായി.
എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഉം. ഹലോ. ആ അമ്മു പറയടാ. ഞാനോ? ഞാൻ ഹോസ്റ്റലിൽ. എന്തേ? ഞാൻ നിന്നെ എത്ര നോക്കി? നീ സ്റ്റാഫ് റൂമിൽ പോയതാ? എന്താ നിനക്കൊരു ചോദ്യം ചെയ്യൽ ഭാവം? എനിക്ക് പെരേച്ചാ ഒരു മൂടില്ല സംസാരിക്കാൻ. നമുക്ക് നാളെ സംസാരിക്കാം. ഇത്തിക്കര ഗ്രാമത്തിൽ നമ്മൾ അറിയാതെ ഒരെണ്ണോ? അത് കൊള്ളാലോ. നാശം പിടിച്ചത് ഇതിപ്പോ എവിടെ നിറങ്ങി വന്നിരിക്കുന്നു? കുളം മുഴുവൻ കലക്കിയല്ലോ. വാ നമുക്ക് ആറ്റി പോയി കുളിക്കാം. ഇവള് കുളിക്കും തോറും വെളുക്കുന്നല്ലോ കൊച്ചുമൊരാളി. കൂടുതൽ കുളിച്ചാൽ ഉള്ള സൗന്ദര്യം കൂടെ പോകത്തേ ഉള്ളൂ. അത് ശരിയാ, ഇപ്പൊ തന്നെ ഉള്ളൊരു ഭൂലോക സുന്ദരിയാ. അപ്പൊ പിന്നെ ഇനിയധികം സമയങ്ങളെ നമുക്കിവിടെ പരിചയപ്പെടാം. വെപ്രാളപ്പെടാതടാ, അവളെ പരിചയപ്പെടാനുള്ള വഴിയെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. എന്നാലും ഇവൾ ആരാന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. അതെ, ഒരു പിടിയും കിട്ടുന്നില്ല. ഏതായി തിമിംഗലം ഇവിളി കുളം കലക്കി മറിച്ചല്ലോ. കൊച്ചുമൊരാളി, ഇത് വെറും തിമിംഗലമല്ല, നീലത്തിമിംഗലം. കൊച്ചു മുതലാളി, നമുക്കൊരു സ്വപ്നം നെയ്താലോ? കണ്ണുകൊണ്ട് അതിന്റെ തുണി ഒരുക്കാതടാ. ഓ, വെറുതെ മോഹിപ്പിക്കല്ലേ കൊച്ചുമൊരാളി. ഒരു സദ്യ ഒരുക്കി നമുക്ക് കാത്തിരുന്നൂടെ ഇവൾക്ക് വേണ്ടി? ഒരു സദ്യയല്ല, 1000 സദ്യ ഒരുക്കും നമ്മൾ ഇവൾക്ക് വേണ്ടി. ആ, അണ്ണന് വേണ്ടി കൊച്ചു മുതലാളി സദ്യ ഒരുക്കും. ഇപ്പൊ ഒന്ന് വണ്ടിയെ കയറി, ഇല്ല വന്ന കാര്യം നടക്കാതെ പോകും. നീ പോടാ തുറപ്പാ, ഇതിലും വലിയ കാര്യമോ? ഏറ്റിരിക്കുന്നു. വാ, വന്ന് വണ്ടി കയറി. കയറാൻ വരട്ടെ. ആചാരപ്രകാരം കുളിച്ചൊരുങ്ങി ഇത്തിക്കരയിലെ തമ്പ്രാക്കളുടെ മുമ്പിൽ ഇവള് മുഖം കാണിക്കാൻ എത്തട്ടെ. ശേഷം സ്ക്രീനിൽ. എന്താ? വാ.
നികുംഭ, നീ പിന്നെയും നിയമങ്ങൾ മറക്കുന്നു. ആശ്രമവനത്തിന് പുറത്തു മതി നിന്റെ വേട്ട. ഞാൻ പറയാറില്ലേ, ഇല്ലേ? ഓ, വരൂ. ഈ മലയ്ക്കപ്പുറം എങ്ങോ ആണ് ഓടി മറഞ്ഞത്. സിംഹം കൂടി ഭയപ്പെടുന്ന ഈ മുനികുമാരനെ വശീകരിക്കണമെന്നാണോ അമ്മ പറയുന്നത്? മുനികുമാരനാണെങ്കിലും മനുഷ്യനല്ലേ? വരൂ, കൈകൾ ചേർത്ത് പിടിച്ചോളൂ. വരൂ. നമുക്ക് മടങ്ങാം. ഇപ്പോഴേ തോൽവി സമ്മതിച്ച് മടങ്ങാനോ? ഭയപ്പെടാതിരിക്കൂ. ഒരു സസ്പെൻസ് ഉണ്ട്. ഇവിടെ മുമ്പ് സുന്ദരിയായ ഒരു വേലക്കാരി ഉണ്ടായിരുന്നിരിക്കണം. എനിക്ക് അവളുടെ ഡ്രസ്സ് കിട്ടി. നോക്കൂ, എനിക്ക് കറക്റ്റ് പാകാ. അല്ല, ഇത് മാറ്റുന്നില്ലേ? ഈ ഗെറ്റ് ഭയങ്കര ബോറാ. അല്ലെങ്കിലും അച്ഛനും ഒരു ഡ്രസ് സെൻസും ഇല്ല. എന്റെ ക്ലാസ്സിൽ സിദ്ധിയെ കണ്ടിട്ടുണ്ടോ? അവന്റെ യൂണിഫോം പാൻറ് പോലും ലോ വേസ്റ്റാ. ഞങ്ങളുടെ ക്ലാസ്സിൽ അവന്റെ ഷെഡിയുടെ ഇലാസ്റ്റിക് ഒളിച്ചു നോക്കാത്ത ഒറ്റ പെൺകുട്ടിയും ഉണ്ടാവില്ല. ബോറത്തികള് അല്ലേ? അച്ഛൻ്റെ അമ്മ ആള് മോശക്കാരിയൊന്നും അല്ല. ഒരു ദിവസം അവളെ നോക്കുന്നത് ഞാൻ കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. അതിന് എത്ര പിച്ചെന്നുള്ള എനിക്ക് കിട്ടിയെന്നറിയോ? ആഗ്നസ്, പ്ലീസ്. ഇപ്പൊ തന്നെ അവളുടെ ഫോൺ വന്നതിന്റെ ടെൻഷനില്ല ഞാൻ. അത് സ്വിച്ച് ഓഫ് ചെയ്തൂടെ? സ്വിച്ച് ഓഫ് ചെയ്താൽ നിനക്ക് അറിഞ്ഞൂടെ? സരുവിന് സംശയമാവും. എനിക്ക് അമ്മയെ മനസ്സിലാവുന്നേ ഇല്ല. അമ്മൂനെ പോലെ എന്നെ നോക്കണ ആളല്ലേ. എന്നിട്ടെന്താ അച്ഛനോട് മാത്രം ഇത്ര വെറുപ്പ്? ഞങ്ങൾക്കറിയാത്ത എന്തോ സീക്രറ്റ്സ്. യെസ്, അതുറപ്പാ. നിനക്ക് ഈ രാത്രി നശിപ്പിക്കണല്ലേ? അയ്യോ സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ചൂടാവല്ലേ? ഏയ് അച്ഛാ. നിനക്കറിഞ്ഞൂടെ അവൾ
എത്രമാത്രം ഇൻസൾട്ട് ചെയ്യണമെന്ന്. ഏയ് കം ഓൺ. എന്നോട് പക തീർക്കുക അവള്. അച്ഛാ ലീവ് ഇറ്റ്. കരിങ്കല്ലാണെങ്കിലും നീ വളരെ ഭാഗ്യവാനാ. സുശീലയുടെ കൈകൊണ്ടുള്ള തലോടലേക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടാവില്ല. വീട്ടിലൊരുത്തി ഇല്ല എന്റെ ഗോപാലൻകുട്ടി. അവളെ കൊണ്ട് 1-2 തവണ തലോടിച്ചൂടെ നിനക്ക്? ഓ, ഉണക്കമീൻ പോലുള്ള അവളുടെ കൈകൊണ്ട് തലോടിച്ചാ എനിക്ക് ഛർദ്ദിക്കാൻ വരും. അപ്പൊ 3 കുഞ്ഞുങ്ങള് വീട്ടില് കളിച്ച് നടക്കുന്നുണ്ടല്ലോ, അത് അയൽക്കാരൻ്റെതാ. ഗോപാല നിർത്തിക്കോള്. സുശീലനോട് കൊഞ്ചാൻ പോയാ നീ വിവരം അറിയും. എല്ലാവരുടെ അടുത്തും കളിക്കുന്ന പോലെ നീ ഓളുടെ അടുത്ത് കളിക്കണ്ട. മുതലാളിയുടെ പിൻബലത്തിലാ അവളുടെ നെകളിപ്പ്. എന്നാ ഈ ഒരു കാര്യം ചെയ്, മുതലാളിയോട് പറഞ്ഞു നീ എന്നെ അങ്ങ് ഏറ്റെടുത്തോ. ഡായിങ് എത്തിപ്പോയി. എന്റെ മുമ്പിൽ നിന്നാവുമ്പോ പെട്ടെന്നൊരു തീരുമാനവും ഉണ്ടാക്കാം. അതെ, എന്റെ ലോഡ് നിറഞ്ഞു, ഞാൻ പോട്ടെ. നിന്റെ ലോഡ് സുശീല നിറച്ചിട്ടുണ്ടല്ലോ, അല്ലേ സുശീല? ആ ജോസഫേട്ടാ പറയ്, എത്ര ലോഡ് വേണമെങ്കിൽ ഞാൻ തരില്ലേ? ആ ബില്ലൊന്ന് പെട്ടെന്ന് ശരിയാക്ക്. വെള്ളത്തിലല്ലേ കല്ലിടുന്നത്. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താ മുതലാളി ഈ ഇടയായിട്ട് വല്ലാത്തൊരു ഗൗരവം? അല്ല, ഈയിടെ നീ എല്ലാ അനാഥരെയും ഏറ്റെടുക്കാൻ തീരുമാനിച്ചു എന്ന് കേട്ടല്ലോ. അതെ, ഈ വർക്കിയെ ഉപദേശിക്കാൻ നോക്കണ്ട. എടേ, മാമ്പള്ളി ഔസേപ്പ്, അതായത് എൻ്റെ അപ്പൻ, അങ്ങേര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. എന്നിട്ടാ നീ. മുതലാളി ഒരുപാട് സഹിച്ചത് ആ കുട്ടി. ഇനിയും അതിനെ ഉപദ്രവിച്ച ദൈവം പോലും സഹിക്കില്ല. സമയം കളയാതെ നീ നിന്റെ പണി നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ, ആ ചേട്ടാ തപ്പ വരാം. ഇതാ പപ്പടേ. ഓ ശരി. എന്താ അത്? അളിവേണി എന്തു ചെയ്യൂ, അളിവേണി എന്തു ചെയ്യൂ, അളിവേണി എന്തു ചെയ്യൂ, ഹന്ത
ഇത്രയും ആൾക്കാർ നോക്കി നിൽക്കേ ഒരു സാധു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു. നാളെ നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾക്കും ഈ ഗതി വരും. അപ്പോഴും ഒരു കൂട്ടം ആളുകൾ അത് കണ്ടുകൊണ്ട് പ്രതികരിക്കാതെ വെറുതെ നോക്കിയിരിക്കുന്നു. എന്തോ ഒരു ഗതികേടാ ഇത്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, പേടിച്ചിട്ടാ പിഷാരടി സാറേ. ഈ പെൺകുട്ടിക്കുള്ള ധൈര്യം നിങ്ങൾക്കില്ലെന്നോ? ഒന്നോ രണ്ടോ വ്യക്തികളോട് ഏറ്റുമുട്ടാൻ ഈ സമൂഹത്തിന് കെൽപ്പില്ല. കണ്ണു തുറന്ന് നോക്കിവിടെ ഭൂമിയോളം ക്ഷമിച്ചു. ഒടുവിൽ മാതൃത്വത്തിന് അപമാനമേറ്റപ്പോൾ അവൾ പ്രതികരിച്ചു. സ്ത്രീ ശക്തിയാണ്, ചൈതന്യമാണ്. അതിപ്പം മനസ്സിലായി. ഇവൾക്ക് സംസാരശേഷി ഇല്ലെന്നേ ഉള്ളൂ, ഉൾക്കാഴ്ചയുണ്ട്. എന്റെ വീട്ടിൽ ഈ കുഞ്ഞു വളരട്ടെ, തന്തയില്ലാത്തവരുടെ മുമ്പിൽ തന്തയുള്ളവളായിട്ട്. വാ. അതൊക്കെ പോട്ടെ, സംഭവം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്ത് സംഭവം? കൊള്ളാം. എനിക്കറിയായിരുന്നു. ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറി അത് വാങ്ങിക്കാനുള്ള കച്ചൊന്നും അച്ഛനില്ല. പ്രശ്നമില്ല, നമുക്ക് മാനേജ് ചെയ്യാം. നീ വാങ്ങിയോ? അതല്ല, പിൽസ് 4 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് കഴിക്കണം. ഓർമ്മിപ്പിക്കണേ. എനിക്കത് എടുത്തു തന്ന മെഡിക്കൽ ഷോപ്പിലെ അങ്കിള് ഇപ്പൊ ടെൻഷൻ അടിച്ച് മരിച്ചിട്ടുണ്ടാവും. അതെന്താ? പുള്ളിക്കാരന് എന്നോട് ചെറിയൊരു ക്രഷ് ഉണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായി പാഡ് വാങ്ങിയിരുന്നത് പുള്ളിയുടെ കടയിൽ നിന്നാ. ഇന്ന് രാത്രി ഈ കന്യക ഏത് തത്തമ്മ ചുണ്ടന്റെ കയ്യിലാണ് പിടയുന്നതെന്ന് ഓർത്തിട്ട് ആ പാവം ഉറങ്ങില്ല. ഈ ഷർട്ടൊന്ന് ഊരെന്നേ. ഈ നെഞ്ചിലെ കിളിക്കൂട് ഞാനൊന്ന് കാണട്ടെ. എന്റെ ഒരു പടം വരയ്ക്കോ? ഇപ്പോഴോ? ഇപ്പൊ വേണം. എന്നെ നോക്കി വരയ്ക്കണം. ഇന്നത്തെ എന്നെ ഇനി ആർക്കും ഒരിക്കലും വരയ്ക്കാൻ കഴിയില്ല.
എന്താ കാര്യം അറിയോ? ഈ രാത്രിക്ക് ശേഷം എന്നെ നോക്കി ആർക്കും ഒരു കന്യകയുടെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല, അല്ലേ? അതിന് ഞാൻ പേപ്പർ സ്കെച്ചൊന്നും എടുത്തില്ല. എന്റെ നോട്ട്ബുക്കിൽ വരച്ചാ പോരെ? ഞാൻ എടുത്തിട്ട് വരാം. ഇനി എപ്പോഴാ ഇങ്ങോട്ടൊക്കെ? വന്നാലും വന്നില്ലെങ്കിലും നിന്റെ കാര്യങ്ങളൊക്കെ മുറക്കി നടക്കുന്നില്ലേ? പക്ഷേ ഒരു പെണ്ണാവുമ്പോ അത് മാത്രം മതിയോ? പിന്നെ കഴുത്തിലൊരു മിന്നും കെട്ടി 4-5 കുട്ടികളെ ഉണ്ടാക്കി ഞാൻ ഇവിടെ വന്ന് അടിയിരിക്കണോ? ഇപ്പൊ തന്നെ നാട്ടുകാർ ഒളിഞ്ഞും പതിങ്ങും പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. പിന്നെ വർക്കിക്ക് അത് പുല്ലായതുകൊണ്ട് ഞാൻ കാര്യമാക്കുന്നില്ലെന്ന് മാത്രം. കണ്ടും കേട്ടും നിന്നാ ജീവിക്കാനുള്ളത് ഞാൻ തരും, അത്ര തന്നെ. ആ, ഞാൻ പോണു. അച്ഛാ, പിടിക്കൂ. എനിക്ക് നാണില്ലെന്നാണോ ഇപ്പൊ വിചാരിക്കുന്നത്? ഈ മുറിയിൽ ഇപ്പൊ മറ്റൊരാളുണ്ടെന്ന് തോന്നൽ എനിക്കില്ല. ഈ മുറിയിലിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ തന്നെയാണ് നീ, നീ തന്നെയാണ് ഞാൻ. എന്നെ ഇങ്ങനെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? യു ആർ ഇറസിസ്റ്റിബിൾ ആഗ്നസ്. ഞാൻ എത്ര വട്ടം തുറന്ന് സമ്മതിച്ചതാണ്. എത്ര കുറ്റബോധം തോന്നിയിട്ടും നിന്നെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
ഇതിനു മുമ്പ് ഒരിക്കൽ ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആഗ്നസ്, നീ അറിഞ്ഞിട്ടില്ല അത്. എനിക്കറിയാം. അമ്മുവിൻ്റെ കിടക്കയിൽ അല്ലേ? അന്ന് അങ്ങനെ കിടക്കുമ്പോൾ ആരുടെയോ കണ്ണുകൾ എന്നെ കൊത്തി വിളിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് 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 ഞാനാണെന്ന് നിനക്കിങ്ങനെ മനസ്സിലായി? ഈ നോട്ടത്തിന്റെ രശ്മികൾ എന്റെ ശരീരത്തിൽ അതിനു മുമ്പ് എത്രയോ തവണ വീണിരിക്കണം. എനിക്കറിയാം അതിന്റെ ചൂട്. പിന്നെ എന്റെ പടം വേഗം വരയ്ക്കൂ. സാറേ, ഉം. സാറ് ആരായിരിക്കും അത്? ഒരു ശബ്ദം കേട്ടില്ലേ? ഇല്ലല്ലോ, ചിലപ്പോ തോന്നിയതാവും. ഏയ്, തോന്നിയതല്ല. മംഗളം. മംഗളം. ഭയപ്പെടേണ്ട. അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ. സ്വാഗതം. ഞങ്ങളുടെ ആശ്രമ നിയമങ്ങളും ആചാരോപചാരങ്ങളും അല്പം വ്യത്യസ്തമാണ്. ക്ഷമിക്കുമല്ലോ. ഇതാണ് ഞങ്ങളുടെ അഭിവാദനം. താങ്കൾ ആരാണ്? ഏത് ആശ്രമത്തിൽ നിന്ന് വരുന്നു? കുറച്ച് ദൂരെയാണ് ആശ്രമം. ആദ്യമായാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. അങ്ങയ്ക്കും പിതാവായ മഹാമുനിക്കും ക്ഷേമം തന്നെയല്ലേ? പേര്? വൈശാലൻ. ഞാൻ ഋഷിശൃംഗൻ. കേട്ടിട്ടുണ്ട്. അയൽക്കാരെ കൂടി കാണാൻ അനുവദിക്കാതെയാണ് അവിടുത്തെ അച്ഛൻ മകനെ വളർത്തുന്നതെന്നും ഞങ്ങൾക്കറിയാം. അച്ഛനെ അറിയുമോ? ഇല്ല, പക്ഷേ കേട്ടറിവുണ്ട്. ആ മഹാതപസ്വിയെ എല്ലാവരും അകലെ നിന്നല്ലേ മാനിക്കാറുള്ളൂ. വരൂ, എന്റെ ആശ്രമത്തിൽ വന്ന് ആതിഥ്യം സ്വീകരിച്ച് വിശ്രമിക്കാം. വരൂ വരൂ.
കാണാൻ വരുന്ന കാട്ടാളരെ കല്ലെറിയാനേ നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. എന്റെ അതിഥിയാണിത്. സമാവർത്തനം കഴിഞ്ഞ ഉണ്ണികൾ ചിലർ എന്റെ തുണയ്ക്കുണ്ട്. അവരെങ്ങാൻ ഈ വഴി വന്നാൽ വരൂ. ഇന്ന് ആദ്യം കണ്ടുമുട്ടിയതല്ലേ? എന്റെ ആതിഥ്യം സ്വീകരിച്ച് അങ്ങനെ അനുഗ്രഹിക്കണം. പ്രായം കൊണ്ട് ഞാൻ കനിഷ്ഠനല്ലേ? മരവുരിയല്ല, മാൻതോലുമല്ല, വിചിത്രമായിരിക്കുന്നു. ആചാരം മാത്രമല്ല, വസ്ത്രവും ഭക്ഷണവുമൊക്കെ ഓരോ ആശ്രമത്തിലും വ്യത്യസ്തമാവും. എന്നെപ്പോലുള്ളവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ തപോവനത്തിന് പുറത്ത് സഞ്ചരിച്ചിട്ടില്ല. എനിക്ക് പലതും അറിഞ്ഞുകൂടാ. അറിയാത്തതെല്ലാം ഞാൻ പറഞ്ഞു തരാമല്ലോ. ചോദിച്ചോളൂ. ചമത കൂട്ടാൻ മറന്നുപോയി. അച്ഛനെത്താറായി. നിൽക്കൂ, ഇനിയും സമയമുണ്ടല്ലോ. അച്ഛൻ പുറത്ത് വേറെ ഒരു ലോകമുണ്ട്. അവിടെ മനുഷ്യരുണ്ട്. വല്ലപ്പോഴും അവരെ പറ്റി കുമാരൻ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാവരും വ്രതം മുടക്കാൻ ശ്രമിക്കും. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആശ്രമവാസികളും ഞങ്ങളും വ്രതധർമ്മമുള്ളവരാണ്. തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ. നാളെ വരുമോ? വരണം. എൻ്റെ കൂടെ വേറെയും ചങ്ങാതിമാരുണ്ടാവും. വരില്ലേ? വരണം. മറ്റൊരു ഉപചാരം. വീണ്ടും കണ്ടുമുട്ടേണ്ടവർ പിരിയുമ്പോൾ ഞങ്ങളുടെ യാത്രാമംഗളം ഇങ്ങനെയാണ്. എനിക്കും സമയമായി. ഇത് വേണ്ട, എന്നെ അനുസരിക്കൂ പ്ലീസ്. ഉം.
ഞാൻ എൻ്റെ കോളേജിൽ എങ്ങനെ പോവും? സ്റ്റുഡൻസ് എന്ത് വിചാരിക്കും? അവർക്ക് ഇതൊക്കെ ഈസിയായി മനസ്സിലാകും. ഇനി അതല്ല, ധൈര്യമില്ലെങ്കിൽ താടി വരുന്നവരെ ലീവ് എടുക്കണം. നമുക്ക് കടൽക്കരയിലേക്ക് പോവാം. ഈ രാത്രിയിലും എനിക്ക് നീന്താൻ കൊതിയാവുന്നു. നിനക്ക് ഭ്രാന്തുണ്ടോ? ഉണ്ട്. കുറച്ച് പ്രേമഭ്രാന്ത്, കുറച്ച് കാമഭ്രാന്ത്, കുറച്ച് കടൽ ഭ്രാന്ത്. പോവാം പ്ലീസ്. മുകളിൽ സ്വിമ്മിംഗ് പൂളുണ്ട്. പക്ഷെ വെള്ളം മാറ്റിയിട്ട് എത്ര നാളായി എന്നറിയില്ല. ശരിക്കും? എന്നിട്ടാണോ ഇത്ര നേരമായി പറയാതിരുന്നത്? എനിക്ക് വെള്ളത്തിൽ കിടക്കാൻ തോന്നുന്നു. നമുക്ക് പോവാം പ്ലീസ്. ഉന്നതരായ തമ്പുരാക്കൾ വിഭജിച്ച കണക്ക് തേച്ചു മാച്ചില്ലാതാക്കുന്നതും ഹോട്ടലിൽ അവർക്ക് കൂത്താടാൻ പുറത്ത് കാവൽ നിൽക്കുന്നതും ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി മാറിയ ഇക്കാലത്ത് ഒരു ഇടവേള അത്ര തന്നെ. നമ്മുടെ പോലീസ് ഏമാൻ നേരം കുറയല്ല. നമ്മളിവിടെ ഊഴം കാത്തിരിക്കുന്ന കാര്യം അങ്ങേര് മറന്നുപോയോ? ഏമാനാള് പഠിച്ച കളനാ, പുതിയ എഞ്ചിനാ, ഓട്ടം നിർത്താറായിട്ടില്ല. പുറംകാല് കൊണ്ട് തൊഴിക്കേണ്ട ഇനമാ. പലപ്പോഴും ചെയ്ത ഉപകാരം ഓർത്താ. കാര്യം നേര് തന്നെയാ. എങ്കിലും നീ മദ്യപിക്കാറുണ്ടെന്ന കാര്യം അമ്മൂനറിയോ? അറിയാം. ഒരിക്കൽ പോലും എന്നോടത് പറഞ്ഞിട്ടില്ല. നിന്നെപ്പറ്റി എല്ലാം അവളെന്നോട് പറയാറുണ്ട്. ഇന്ന് തന്നെ അവൾ വിളിച്ചത് കണ്ടില്ലേ? അങ്ങനെ
എല്ലാം അവൾക്ക് തുറന്നു പറയാൻ പറ്റില്ല അമ്മുവിന്റെ അച്ഛ. കാരണം 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 ഇതിന്റെ രുചി അമ്മുവിനും ഇഷ്ടം. ഒരു ദിവസം ഒന്നും പറയണ്ട, അന്ന് ആ സെത്തിയില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ഈ അമ്മു എന്നത് അച്ഛന്റെ പഴയ കാമുകയുടെ പേരല്ലേ? ആ പേരിലൊരാളെ ഞാൻ സ്നേഹിച്ചിരുന്നത് സത്യമാണ്. അതുകൊണ്ടാണ് സരു ബാലചന്ദ്രൻ തന്റെ മകളെ സ്കൂൾ രജിസ്റ്ററിൽ മാത്രമുള്ള വിനയ എന്ന പേര് വിളിക്കുന്നത്. ശരിയല്ലേ? അറിയില്ല. പഴയ അമ്മു ആളെങ്ങനെ? എന്നെ പോലെയായിരുന്നോ? സെക്സി ആയിരുന്നോ? അവരെ ആദ്യമായി തൊടുമ്പോ അവര് എന്നെ പോലെ കന്യകയായിരുന്നോ? എനിക്കറിയില്ല. ഞാനവളെ എന്നെക്കാൾ സ്നേഹിച്ചിരുന്നു എന്നത് മാത്രമാണ് സത്യം. മറ്റൊന്നും എനിക്കറിയില്ല. അവൾക്ക് എന്നെ ഇഷ്ടമായിരുന്നു എന്ന് പോലും അറിയില്ല. അവളുടെ വിരൽത്തുമ്പിൽ പോലും ഞാൻ തൊട്ടിട്ടില്ല. ചുമ്മാ. സത്യം. അന്നൊന്നും പ്രേമം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആയിരുന്നില്ല ആഗ്നസ്. കൊടുക്കാൻ പേടിച്ചിട്ട് അവൾക്ക് എഴുതിയൊരു 100 കത്തെങ്കിലും ഞാൻ കീറി കളഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞാൽ നീ വിശ്വസിക്കില്ല. ഞാൻ വിശ്വസിക്കില്ല. പിന്നെ അന്നൊക്കെ കാര്യങ്ങൾ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അതൊക്കെ ഒരു വിശ്വാസമായിരുന്നു. നമ്മുടെ ഹൃദയം, നമ്മുടെ പ്രേമം ഒക്കെ മറ്റൊരാൾ എങ്ങനെയോ മനസ്സിലാക്കും എന്നൊരു മൂഢവിശ്വാസം. The night is getting old. ദാ ഇവിടെ ഒരു പച്ചമീൻ കിടന്ന് പിടിക്കുന്നത് കണ്ടില്ലേ? ഇനി എന്തെല്ലാം പണിയുണ്ട്. ചെതമ്പൽ മാറ്റണം, വരഞ്ഞ് മുളക് തേക്കണം, കറി വെക്കണം, വറുക്കണം, സാപ്പിടണം. വേണ്ടേ? ലോകത്തൊരു പ്രണയിക്കും ഇത്ര വിലപ്പെട്ട സമ്മാനം കിട്ടില്ല. നീ എനിക്ക് വേണ്ടി കരുതി വെച്ചത് അതുല്യമാണ് ആഗ്നസ്. നിന്റെ കന്യകത്വം ഒരു വൃദ്ധൻ ഒരിക്കലും അറിയിക്കാത്തത്. എന്നെ പുകഴ്ത്തണ്ട. എനിക്ക് നാണോ? എങ്ങോട്ടാ ശങ്കരേട്ടാ ഇത്ര രാവിലെ ധൃതിപ്പെട്ട്? ഒന്നും പറയണ്ട എന്റെ സുശീലേ. തറവാട്ടിലൊരു സമ്പാദ്യം വന്നു പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് തീരെ സുഖവുമില്ല. ഞാൻ രാവിലെ തന്നെ മരുന്നിന് വേണ്ടി ഓടുക. ശങ്കരേട്ടൻ ഏതായാലും കോള് തന്നെ. ആരാണാവോ പുതിയ സമ്പാദ്യം? അതൊന്നും പറയാതിരിക്കുക നല്ലത്. കഴിഞ്ഞ രാത്രിയിൽ വന്ന് കയറിയതാ. ഞാൻ കേട്ടണ്ടെന്ന് ഏറെ പറഞ്ഞതാ. കേക്കണ്ടേ? ഇതേപ്പോ കളി കാര്യാവും പോണു. എന്നാ പിന്നെ ഞാൻ നടക്കട്ടെ. എത്രയായാലും ഒരു മനുഷ്യനല്ലേ, കുറച്ച് മരുന്ന് വാങ്ങി കൊടുക്കട്ടെ. ഈ ശങ്കരനതിന് വിരോധം ഉണ്ടായിട്ടല്ല.
ഇപ്പോഴത്തെ കാലം എങ്ങനെയാ, നല്ലത് ചെയ്താൽ അകത്താവും. ആ സാവിത്രി കൊച്ചമ്മേ, സാവിത്രി കൊച്ചമ്മേ. ആരാ കൊച്ചമ്മേ ഇവിടെ സുഖമില്ലാണ്ട് കിടക്കണേ? സുശീലക്ക് ഇത്ര കാലത്തെ ഈ ന്യൂസ് എവിടുന്ന് കിട്ടി? വഴിയിൽ വെച്ച് ശങ്കരേട്ട സൂചിപ്പിച്ചു. ഇവിടെ ഇന്നലെ വന്ന് പെട്ടതാ സുശീലേ. ദാ ആ മുറിയിലുണ്ട്, വാ. കൊച്ചമ്മേ, ഇവളൊരു പാവ, ഒരു പേരും അറിയില്ല. ചന്തയിൽ എങ്ങനെയോ വന്ന് പെട്ടതാ. എന്ത് പറ്റിയെന്ന് അറിയില്ല. ആരും പിടിച്ചോണ്ട് വന്ന് കാര്യം കഴിഞ്ഞിട്ട് തള്ളിയതാണെന്നാ തോന്നുന്നേ. ഒരു പൊട്ടിപ്പെണ്ണ. ഞാൻ വൈകുന്നേരം വന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളാം. അതുവരെ ഇവിടെ കിടക്കട്ടെ. ആട്ടെ, അങ്ങനെ ആവട്ടെ. ഏതായാലും ഒന്നുകൂടെ സുഖമായിട്ട് മതി. ശങ്കരേട്ടൻ ഇപ്പൊ മരുന്ന് കൊണ്ടുവരും. ഓ ശരി. എന്നാ ഞാൻ പോട്ടെ. ഇതൊരു അനസ്തേഷ്യ മാത്രമാണ് അഗ്നസ്. എനിക്ക് വേദന തോന്നാതിരിക്കാൻ മാത്രം. എന്നെ എപ്പോഴും ഇങ്ങനെ സ്നേഹിക്കോ? എനിക്ക് വേറെ ആരെയും വേണ്ട. ഈ ഓൾഡ് ഡെവിലിനെ മാത്രം മതി. എന്നെ ഒരിക്കലും വെറുക്കരുത്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എന്നെ ശിക്ഷിക്കരുത്. ഇല്ല, എനിക്കതിന് കഴിയില്ല. അമ്മോനേക്കാൾ എന്നെ ഇഷ്ടമാണോ? അമ്മോനെ പറ്റി ആഗ്നസ് പറഞ്ഞെല്ലാം കള്ളല്ലേ? എന്നെ പറ്റിക്കാൻ വേണ്ടി, എന്നെ പരീക്ഷിക്കാൻ വേണ്ടി അവള് മദ്യപിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവളൊരാണിനെ അങ്ങനെ നോക്കില്ല. ഞാൻ വളർത്തിയതാ അവളെ. ശരി, ദേഷ്യം പിടിക്കണ്ട. ഞാൻ തർക്കത്തിനില്ല. Tonight, I can write the saddest lines. The night is shattered, and the blue stars shiver in the distance. Tonight, I want to lose my virginity.
എന്നെ അത്രയധികം സ്നേഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഞാനത് കൊടുക്കൂ. അത് നിങ്ങളാണ്. എന്നെ സ്വതന്ത്രയാക്കൂ. എനിക്ക് ഈ ഭാരം ഇനി വേണ്ട. എന്നെ സ്നേഹിക്കൂ. എൻ്റെ ക്ലാസ്സിൽ അവശേഷിക്കുന്ന അവസാനത്തെ കന്യകയാണ് ഞാൻ. എനിക്കും സ്വതന്ത്രയാകണം. നീ എന്താ പറഞ്ഞത്? എൻ്റെ ക്ലാസ്സിലെ ഏക കന്യക ഞാനാണെന്ന്. അമ്മ നിന്റെ ക്ലാസ്സിലല്ലേ? അതെ, 12C. മറന്നുപോയോ? അവൾ നിന്നെ പോലെയാണെന്ന് നിനക്ക് സ്ഥാപിക്കണല്ലേ അല്ലേ? എന്നെ പോലെന്ന് വെച്ചാ ഒരു ചീത്ത പെണ്ണാണെന്നോ? ആരാ ചീത്ത പെണ്ണ്? പറയേ. ഞാൻ നിന്നെ സ്നേഹിച്ചെന്ന് സത്യമാണ്. പക്ഷേ അമ്മുവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാ കൊന്നു കളയും ഞാൻ. എന്നെ കൊല്ലുമല്ലേ? നിങ്ങളെ വിശ്വസിച്ച് പ്രേമത്തിന് വേണ്ടി ഇവിടെ വന്ന എന്നെ നിങ്ങൾക്ക് കൊല്ലണമല്ലേ? ഞാൻ നുണച്ച് ചീത്തപ്പെട് അല്ലേ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ. അമ്മു she's a bitch. ആ സിദ്ധിയുടെ മൊബൈലിൽ ഞാൻ അവളുടെ എത്രയോ ന്യൂഡ് വീഡിയോസ് കണ്ടിട്ടുണ്ട്. സുഖത്തിന് വേണ്ടി അവൾ എന്തും ചെയ്യും. നിങ്ങളാണ് വളർത്തിയതെന്ന് പറഞ്ഞില്ലേ? നിങ്ങളും അതന്നെയല്ലേ ചെയ്യുന്നത്? വെറും സുഖത്തിന് വേണ്ടി. എനിക്ക് പോണം. ഞാൻ ഭയങ്കര തെറ്റ് ചെയ്തു പോയി. ഞാനൊരിക്കലും വരരുതായിരുന്നു. You can't leave me like this. You can't cheat me. I want to lose it. You can't break your promise. No.
അറിയില്ലല്ലോ. സാധനമില്ല കളരിയല്ലേ. എങ്ങാണ്ട് നോ കയറി വന്ന പെണ്ണ് ഇവിടെ അടുക്കള ഭരിക്കാനുള്ള പുറപ്പാടില്ല. ഇയാളോട് പറഞ്ഞത് കേട്ടില്ലേ? അതങ്ങോട്ട് പിടിച്ചു വലിച്ചാലേ കായ മാത്രല്ല ചെടി അടക്കം അങ്ങോട്ട് പോരും. ഓരോരോ വർഗം. ചെടി പോയാലെന്താ ഇല്ലേ? സാവിത്രി കൊച്ചമ്മ കേട്ടാ പറയും ചാരല്ലേ ശങ്കരേട്ടാന്ന്. എന്താ ശങ്കരേട്ട മുഖത്തൊരു സന്തോഷം? പുതിയ കൂട്ടുകാരെ കിട്ടിയോണ്ടാ? ഓ സന്തോഷം കൊണ്ട് ഞാനിങ്ങനെ തുള്ളി ചാടിയല്ലേ. വേണ്ട എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട കേട്ടോ സുശീലേ. മൂതു നെല്ലിക്കയും മൂത്തോരുടെ വാക്കും ഒരുപോലെയാ. ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. മധുരം കൊണ്ടായിരിക്കും ശങ്കരേട്ടൻ എപ്പോഴും ചുറ്റിപ്പറ്റി ഇവളുടെ പുറകെ തന്നെ നടക്കുന്നതല്ലേ? വേണ്ട. അതെ അതെ, മധുരം ഇങ്ങനെ എന്റെ മേല് വന്നിട്ടും ഇങ്ങനെ ഊർമ്പരിക്കുക. ഊർമ്പരിക്കണത് എവിടെയാണെന്ന് ഞാൻ പറയേണ്ട ആളോട് പറയാൻ പോവുക. പാവം ശങ്കരേട്ടനെ നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ ശുണ്ടി പിടിപ്പിക്കുന്നത്? അയാൾ ഒരു പാവത്താന്. ആഹാ, നീ ആള് കൊള്ളാമല്ലോ. നല്ല ഒന്നാന്തരം കൃഷിക്കാരെ പോലെയാ നീ ജോലി ചെയ്യുന്നത്. മതി, ഇന്ന് ഇത്രയും മതി. വാ നമുക്ക് വീട്ടിലേക്ക് പോവാം. നിന്റെ പൊട്ടത്തരം കണ്ട് നിന്നാലേ എനിക്കെന്റെ വീട്ടിലേക്ക് എത്താൻ കഴിയില്ല. വാ പോവാ. ഇപ്പൊ പോണെന്ന് കരുതി മോള് വിഷമിക്കണ്ട. എപ്പ വേണമെങ്കിലും ഈ അമ്മയുടെ അടുത്തേക്ക് വരാം. മതി മതി, അത്രത്തോളം വേണ്ട. ഇതെന്താ സഞ്ചിയില്? അത് കുറച്ച് പഴയ തുണികളാ. എന്നാ പിന്നെ പോവാൻ നോക്കിയാട്ടെ. ശരി. വാ.